പ്രിയപ്പെട്ടവരെ 4 കിതാബുകളുണ്ട് ഇല്ലേ? 4 ഗ്രന്ഥങ്ങളില്ലേ? തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, വിശുദ്ധ ഖുർആൻ. 4 ഗ്രന്ഥങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് അല്ലാഹു കൊടുത്തത് റമളാനിന് 1-നായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം, നാളത്തെ ദിവസം റമളാൻ 1-ലാണ്. റമളാനിന്റെ 1-ാമത്തെ ദിവസമാണ് തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം അല്ലാഹു കൊടുത്തത്. ആർക്ക്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തൗറാത്ത്, മൂസാ നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സബൂർ, ഇഞ്ചീൽ എന്ന് പറയുന്ന കിതാബ് അല്ലാഹു കൊടുത്തത് റമളാൻ 11-ാം രാവിലെ. 11-ാം രാവിലെ സബൂർ എന്ന് പറയുന്ന കിതാബ് കൊടുത്തത് റമളാൻ 17-ാം രാവിലെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പള്ളിക്കകത്തിരിക്കുന്ന ഖുർആൻ ഇറങ്ങിയ മാസമേതാ? റമളാൻ. അവസാനം 4 കിതാബുകൾ ഇറക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബ് തീരുമാനിച്ച മാസം റമളാൻ മാസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഇത് അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയ മാസമാ. നിങ്ങളെ ഖുർആൻ എന്താണെന്ന് നിനക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. പഠിച്ചവനെ, വീടിന്റെ അകത്തും പള്ളിക്കകത്തും പൊടിയടിച്ചിരിക്കുകയാണ്. അതൊന്നും എടുക്കു പെങ്ങള്. ഖുർആനിന്റെ മഹത്വം അറിയാത്തവളെ പോലെ നടക്കല്ലേ. എന്തേ നിന്റെ വീടിന്റെ അകത്ത് സമാധാനമില്ലാത്തത്? എന്തേ നിന്റെ വീടിന്റെ അകത്ത് സന്തോഷമില്ലാത്തത്? എന്തേ നിന്റെ വീടിന്റെ അകത്ത് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയത്? എന്തുകൊണ്ടാണ് പഠിച്ചവനെ നിനക്ക് കിട്ടിയാൽ തികയാത്തത്? അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം നമുക്കറിയാനട്ടാ. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, പടച്ചവനെ അത് ഓതുന്ന മനുഷ്യന് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ആ ഖുർആൻ അവനെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോവുകയാ.